ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അനുഗ്രഹകരമായ ഒരു ഈസ്റ്റർ ആശംസിക്കട്ടെ. ജീസസ് ഈസ് റിസൺ and Jesus is risen indeed. When the early Christians meet each other, they greeted with these words. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഉയർത്തെഴുന്നേൽപ്പിൽ എത്രമാത്രം ആദിമസഭ ആശ്രയിച്ചിരുന്നു എന്നാണ്. ആദിമസഭ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ദിവസം സഭയുടെ ദിവസമായി അവർ കണ്ട് ഞായറാഴ്ച ആരാധന ദിവസമായി അവർ കരുതുകയാണ്. ശബത്താചരണത്തിൽ നിന്നും ഞായറാഴ്ച ആരാധന പൈതൃകത്തിലേക്ക് സഭ വളരുന്നതിന് ഇടയായിത്തീർന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയിലുള്ള ആഴമായ വിശ്വാസത്തിലാണ്. എന്താണ് ഉയർപ്പ് നമുക്ക് നൽകുന്ന സന്ദേശം? 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്ന്, തിന്മ ശക്തികളിന്മേൽ നന്മയ്ക്ക് വിജയം ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാൾ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാരെ വിടുവിച്ചയക്കുകയും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിച്ചറിയുകയും ചെയ്ത് അനേകരെ പിതാവിങ്കിലേക്ക് ആനയിച്ച കർത്താവിന് ഈ ലോകം കൊടുത്തത് മുൾക്കിരീടവും കുരിശുമരണവുമാണ്. എന്നാൽ 3-ാം നാൾ പിതാവ് പുത്രനെ കല്ലറയുടെ അഗാധതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിലൂടെ തിന്മയ്ക്ക് നന്മയെ തോൽപ്പിക്കുവാൻ കഴിയില്ലെന്നും നന്മയാൽ തിന്മയെ ജയിക്കുവാൻ കഴിയുമെന്നും ലോകത്തിന് വലിയൊരു സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നന്മയിൽ വർദ്ധിച്ചു വന്ന സ്നേഹത്തിൻ്റെ, കരുണയുടെ, ആർദ്രതയുടെ ഭാവം ഉൾക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തുടരുവാൻ ഉയർപ്പ് പെരുന്നാൾ നമ്മെ വെല്ലുവിളിക്കുന്നു. രണ്ടാമത്, ഉയർപ്പ് പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇറ്റ് ഈസ് ദ വിൻഡിക്കേഷൻ ഓഫ് ദ ഫെയ്ത്ത് ഓഫ് ദ ബിലീവേഴ്സ് എന്നുള്ള വസ്തുതയാണ്. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ സാക്ഷികളാകുന്നത് എല്ലാ മനുഷ്യരും ആണ്. വഴിപോക്കരും റോമ പടയാളികളും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ക്രിസ്തുവിനെ സ്നേഹിച്ചവരും ക്രിസ്തുവിനെ വിരോധിച്ചവരും എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ കുരിശാരോഹണത്തിൻ്റെ സാക്ഷികളായി തീരുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം ഒരു സവിശേഷ കാറ്റഗറിയാണ്. അത് ലോകരക്ഷയ്ക്കായുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരുകയാണ്. അതുകൊണ്ട് ക്രൂസിഫിക്ഷൻ ബിലോങ്സ് ടു വൺ കാറ്റഗറി. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നാം ദർശിക്കുന്നത് യേശുക്രിസ്തുവിൽ ആഴമായ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ്. യേശുക്രിസ്തുവിൽ ആഴമായ വിശ്വസിച്ചവർ മാത്രമാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളായി തീരുന്നത്. ആദ്യകാലത്ത് തന്നെ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കിലേക്ക് പോയ മറിയമിന് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുപോലെ തന്നെ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർക്കും യേശുക്രിസ്തുവിനെ കാണുവാൻ വഴിയൊരുങ്ങുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി ഗ്രഹിപ്പാൻ സാധിക്കുന്നത് ആഴമായ വിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ട് വിശ്വാസത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയിൽ തിന്മയെ ജയിക്കുവാൻ ലോകത്തിന് ക്രിസ്തു ശിഷ്യർക്ക് സാധിക്കുമെന്നുള്ള വലിയ സന്ദേശമാണ് ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ പെരുന്നാളിൽ നമുക്ക് നന്മയാൽ തിന്മയെ ജയിക്കുന്നതിന് കർത്താവിനോടുകൂടെ പ്രവർത്തിക്കുന്നതിനും
ആഴമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയിൽ നിലകൊള്ളുന്നതിന് നമ്മെ ഒരുക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്യാം എന്ന ആഹ്വാനത്തോടുകൂടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ഉയർപ്പ് പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കിനെ പരിമിതപ്പെടുത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.